കീർത്തനവും പ്രാർത്ഥനയുമൊക്കെ വെറും ആഗ്രഹ പൂർത്തീകരണത്തിനു വേണ്ടി മാത്രമാകരുത്. പക്ഷേ പലരും പ്രാർത്ഥനയെ സ്വാർത്ഥ ലാഭത്തിനുള്ള ഉപാധിയായിട്ടാണ് കാണുന്നത്. പ്രാർത്ഥനയിലൂടെ നല്ല ഗുണങ്ങളും നല്ല തരംഗങ്ങളും ഉണർത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഒരു പ്രദേശത്ത് ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടെങ്കിൽ കുറേയെങ്കിലും തെറ്റുകുറ്റങ്ങൾ അവിടെ കുറഞ്ഞു കിട്ടും. അത് പോലീസിനെ പേടിച്ചാണെങ്കിലും. ഇവിടെ ഈശ്വരനോടുള്ള പ്രേമവും ഭക്തിയും മനുഷ്യനെ നേർവഴിക്ക് സഞ്ചരിക്കുവാൻ സഹായിക്കുന്നു. സമൂഹത്തിലെ താളലയം നിലനിർത്തുന്ന പ്രായോഗികതയാണ് ഇത്. നല്ല ചിന്തകളോടെയുള്ള പ്രാർത്ഥന നല്ല തരംഗത്തെയും ചീത്ത ചിന്തകളോടെയുള്ള പ്രാർത്ഥന ചീത്ത തരംഗത്തെയും സൃഷ്ടിക്കുന്നു. പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ചുറ്റും അതിനനുസരിച്ചുള്ള തരംഗമായിരിക്കും പ്രസരിക്കുന്നത്. ശത്രുവിനെ ദ്രോഹിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരുവനിൽ നിറയുന്നത് ക്രോധ തരംഗങ്ങളായിരിക്കും. അവനിൽ നിന്ന് ലോകത്തിന് ലഭിക്കുന്നതും ക്രോധഭാവമാണ്. പ്രാർത്ഥനയ്ക്ക് പിന്നിലെ മനസ്സിൻ്റെ ഭാവമനുസരിച്ചുള്ള തരംഗങ്ങളാണ് പ്രാർത്ഥിക്കുന്ന വ്യക്തിയിൽ നിന്ന് ലോകത്തിന് ലഭിക്കുന്നത്. ഇനി ഗുരുവചനം കേൾക്കാം. കഴിഞ്ഞതു കഴിഞ്ഞു, പശ്ചാത്താപം പാടില്ല. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് വ്യാകുലപ്പെടരുത്. ഫലം വന്നേ തീരൂ, അതിനെ നേരിടുക. എന്നാൽ അതേ സംഗതി വീണ്ടും ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം. സ്വാമി വിവേകാനന്ദൻ.